السلام عليكم. الحمد لله والصلاة والسلام على أفضل الأنبياء وعلى آله وصحبه الجماعة. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا إلى آخر الآية. صدق الله العلي العظيم. ബഹുമാന്യരെ, ഞാൻ അകലാട് വലിയുള്ള ഷെയ്ഖ് അഹമ്മദ് ദർവേഷ് അൽ ഖാദിർ ജിസ്റ്റി റഹ്മത്തുള്ളാഹി തങ്ങളുടെ മകന് സക്കരിയ ദർവേഷ്. ഏതായിരുന്നാലും ലോക ജനങ്ങൾക്ക് മുഴുവൻ അനുഗ്രഹീതനായിട്ട് അള്ളാഹു യാത്രയാക്കിയ ശറഫുൽ ഖൽഖ് നബി ത്വാഹ റസൂലുള്ളാഹി മഹാനവറുകളുടെ ജന്മദിനമാണല്ലോ, നബിദിനമാണല്ലോ നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റബീഉൽ അവ്വൽ മാസമാണല്ലോ. ലോകമെമ്പാടുമുള്ള 98% മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും ഈ നബിദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ശുക്രില്ല ബിഫളി നിഅമത്തി റസൂൽ, അള്ളാഹുവിന് നന്ദി, റസൂലിൻ്റെ അനുഗ്രഹം ഉണ്ടായത് കൊണ്ടിട്ട് തന്നല്ലോ. അതായത് എത്ര തന്നെ മദ്ഹ് ചെയ്താലും പറഞ്ഞാൽ അവസാനിക്കാത്ത കഥയാണല്ലോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിദായത്തുൽ ആലം ഇലാ നിഹായ, ലോകാരംഭം മുതൽ ലോകാവസാനം വരെ. ഇലാ ശഫാഅത്ത് റസൂലുള്ളാഹ്, റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് വരെ അള്ളാഹുവിൻ്റെ തിരുഹദ്റത്തിൽ. അപ്പോഴേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയാം, അതാണല്ലോ പിന്നെ ഈ മൗലിദുൻ നബി, ഇഹ്തിഫാൽ മൗലിദുൻ നബി. ലോകത്ത് ഇസ്ലാമിക ഈ സന്ദേശം 23 വർഷക്കാലം കൊണ്ട് ലോകമെമ്പാടും എത്തിച്ച പ്രവാചകന്റെ പ്രധാന ആയുധം എന്തായിരുന്നു? ആറ്റൻ ബോംബോ, ഹൈഡ്രജൻ ബോംബോ, മിസൈലോ, ഡ്രോണോ, ഇതൊന്നും അല്ല. അതിനെയൊക്കെ കവച്ചു വെക്കുന്ന ബോംബ്. ആ ബോംബ് ഏതാണ്? കലാമുല്ലാഹ്, അല്ലാഹ്, ആ ഖുർആൻ. ആ ഖുർആൻ ആണല്ലോ ഏറ്റവും വലിയ ബോംബ്. ആ ഖുർആൻ അള്ളാഹു പ്രവാചകൻ അവതരിപ്പിച്ച് കൊടുത്തത് തന്നെ അനുഗ്രഹമാണല്ലോ. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ലാ നഹ്താജ് ദലീൽ ലി മദ്ഹ് റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് മദ്ഹ് ചെയ്തിട്ട് പറയുന്നതിന് എവിഡൻസ്? കുറേ വിഡ്ഢികൾ പറയും ഖുർആനിലില്ല, ഹദീസിലില്ല, ഒന്നിലുമില്ല. ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഒന്നും നബിദിനം ആഘോഷിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ഈ നബിദിനം ഇപ്പോൾ നമ്മൾ അവരൊന്നും ആഘോഷിച്ച് ഖുർആനിലും പറഞ്ഞിട്ടില്ല. നമ്മൾ മനഃപൂർവ്വം ആഘോഷിക്കാമെന്ന് വിചാരിക്കാം. ആഘോഷിക്കുക തന്നെയാണ്. ലിമാദാ ഹഫ്ളത നബിയെ മൗലിദ്, ഈ നബിയുടെ മൗലൂദ് എന്തിനാണ് നിങ്ങൾ കൊണ്ടാടിയത്, നബിദിനം കൊണ്ടാടിയത്? ഏത് ഖബറിൽ പോയ ഏത് മലക്കടോ ചോദിക്കുക വിഡ്ഢികളെ. ദലീലിൻ്റെ ആവശ്യമില്ല. കാരണം മദ്ഹ് റസൂലാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോക റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹീതനാണ്. വഴിതെറ്റി നടന്ന ജനങ്ങളെ പ്രസവിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം, പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ നിർഭയം നിർലജ്ജം ജീവനോടെ പിടിച്ച് കുഴിച്ചു മൂടിയിരുന്ന ആ ജനത, സംസ്കാരശൂന്യർ, വിദ്യാഭ്യാസമില്ല, അറിവില്ല, ഒന്നുമില്ല, വെറും വിഗ്രഹാരാധന. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിൽ നിന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖുറൈശികൾ ചോദിച്ചാൽ, ലിമാദാ മുഹമ്മദ് മാ തഅബുദു ഇലാഹതന, ഈ ഇലാഹുകൾ ഇത്തന്നെ ഇരിക്കുന്ന ഇലാഹുകളുണ്ടല്ലോ, എന്തുകൊണ്ട് നീ ഇതിനൊന്നും ആരാധിക്കുന്നില്ല എന്ന് അവരൊന്ന് ചോദിക്കുകയാണ്. ഞങ്ങളൊക്കെ ആരാധിക്കുന്നത്, നീ ഇതാണ് കാണുന്നതിനൊന്നും കുറേ ഇരിക്കണ്ടോ, കുറേ ഫോട്ടോകൾ, ലാത്ത ഉസ്സ എന്നൊക്കെ പറഞ്ഞ് കുറേ കരിങ്കല്ലുകൾ, എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങിയിരുന്നു. അപ്പോഴതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടത്തിനൊന്നും പറയില്ലല്ലോ, അള്ളാഹുവിൻ്റെ ഉത്തരവല്ലേ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളായ ജനങ്ങളെ, അതാണ് വന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ എന്തിനാ ആരാധിക്കുക? അതിനെ ഞാൻ ആരാധിക്കുന്നില്ല. നിങ്ങൾ ആരാധിക്കുക, ഞാൻ ആരാധിക്കുന്നത് എൻ്റെ അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുന്നില്ല. നിങ്ങൾ ആരാധിക്കുന്ന ആരാധിച്ചു, പക്ഷേ ലമ്മിക്കുള്ളൊക്കെ പോകുന്ന ഞങ്ങൾ ആ റബ്ബ്, ആ നാഥനുണ്ടല്ലോ, അവന് തുല്യം വേറൊന്നുമില്ല. അപ്പം അവനെ തന്നെ ആരാധിക്കുക. അപ്പോഴേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയണമെന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കും. വമാ കുന്ത തത്ലു മിൻ ഖബലിഹി മിൻ കിതാബിൻ വലാ തുഖത്തുഹു ബിയമീനിക ഇദൻ ലർതാബൽ മബ്തുലൂൻ, എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത ഉമ്മിയായ മുഹമ്മദ് എന്ന നബിയെ, ഈ പരിശുദ്ധമായ ഖുർആൻ ഇത്രയും അറബ് ലോകത്തെ മുഴുവൻ, സാഹിത്യ ലോകത്തെ മുഴുവൻ കവച്ചു വെക്കുന്ന ഈ ഖുർആൻ ഇറങ്ങിയിട്ട് എന്തുകൊണ്ട് അവർ പിന്തിരിഞ്ഞ് നടക്കുന്നു, എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല, അത് കേൾക്കുന്നില്ല? അതിൽ പിന്തുടർന്നുള്ള കുറേ ജാഹിര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്. നബിദിനം പാടില്ല പാടില്ല, അതിലേക്ക് കടന്നിട്ട് കാര്യമില്ല. ഇത് കുറേ കാലമായാലും അവർ പറയാൻ തുടങ്ങിയിട്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു അപസ്മാര രോഗമാണ്, റബീഉൽ അവ്വൽ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന രോഗമാണ്. അത് ഇത് അറിയിക്കുന്നില്ല, എന്ത് മറുപടി അറിയിക്കുന്നതല്ല. ആ അഷ്റഫുൽ ഖൽഖിൻ്റെ മദ്ഹാണ് നമ്മൾ പറയുന്നത്. ഇതിൽ എന്താണ് ഈ നബിദിനം കൊണ്ടുള്ള പ്രത്യേകത? തിലാവത്തുൽ ഖുർആൻ, ഖൈർ ഔ ശർ, ഹലാൽ ഔ ഹറാം, ഖുർആൻ പാരായണം, അത് ഹലാലോ ഹറാമോ? തുത്അമു ത്വആം, ഭക്ഷണം വിതരണം ചെയ്യുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാൽ ഔ ഹറാം, ഹലാലോ ഹറാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയാ, ഹലാലോ ഹറാമോ? ഹലാൽ. ഇതിനെപ്പറ്റി ഇവിടെ ചോദ്യമല്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്താലും ആ ഹബ്ബ്, ഈ മൗലൂദ് മാസത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ഭൂമിയിൽ പൂജാതനാക്കിയതിൻ്റെ ആ നന്ദിയാണ് ചെയ്യുന്നത്, ശുക്രാണ് റബ്ബിന് ഈ മൗലൂദ് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ദലീൽ യാ അയ്യുഹൽ ജുഹാൽ, ജാഹിലിയങ്ങളെ വിവരമില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷിക്കാൻ വേണ്ടി ആരൊക്കെ വന്ന് ഒരു യഹൂദി വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് കേൾവിയാണ് അവന്. എന്തായാലും ഞാനൊന്ന് കാണാം അങ്ങോട്ട് വന്ന്, മൻ മുഹമ്മദ് അഹദുക്കും, നിങ്ങളുടെ ആരാ മുഹമ്മദ്? പറഞ്ഞു, അതാണ് മുഹമ്മദ്. അല്ല അന്ത നബി മുഹമ്മദ്, ഇത് നബിയാണോ മുഹമ്മദ്? അതെ, അള്ളാഹു അയച്ച നബിയാണ്. മദ് ദലീൽ, നീ നബിയാണ് എന്നുള്ളത്. മൻ അതാക സൽത്ത, നിനക്ക് ആരാണ് അധികാരം തന്നത്? അള്ളാഹു തന്ന്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, പിന്നെ തൗറാത്തും ഇഞ്ചീലൊക്കെ അറിയുന്നവനാണല്ലോ. മാ തഖൂൽ അൻ മൂസ ഫിൽ ഖുർആൻ, നിൻ്റെ ഖുർആൻ ഉണ്ടല്ലോ, നിനക്ക് അള്ളാഹ് ഇറക്കി തന്നു. അതിൽ മൂസയെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് മുഹമ്മദ് എന്ന് ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ചരിത്രം ചോദിച്ചപ്പോൾ എൻ്റെ റസൂലൊന്നും അനങ്ങാതെ നിന്നു. റസൂലിന് പെട്ടെന്ന് മറുപടി പറയാൻ കിട്ടൂലല്ലോ, ഉടനെ എത്തിച്ചു അടുത്ത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം إذ قال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى فلما آتاها نودي يا موسى إني أنا ربك فاخلع عليك إنك بالوادي المقدس طوى وأنا اخترتك فاستمع لما يوحى. അവിടെ മൂസാ നബി കുടുംബമായി ചരിത്രമാണ് ഞാൻ ചുരുക്കി പറയുന്നത്. അത് പോകുമ്പോൾ തീവട്ടം കണ്ടു, രാത്രി ടെൻ്റ് അടിച്ചല്ലോ, ഭാര്യയും മൂസാ നബിയും കൂടെ വിളക്ക് വെച്ചപ്പോൾ മൂസാ നബി പറഞ്ഞു, അതാ അവിടെ വിളക്ക് തീ കാണുന്നുണ്ട്, ഞാൻ പോയിട്ട് കഴിഞ്ഞാൽ തീനാളെടുത്ത് കൊണ്ടുവരട്ടെ, അതല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു വഴി തെളിഞ്ഞ് കിട്ടും. അവിടെ ചെന്നു. അപ്പോഴാണ് ആ വിളക്കിൻ്റെ അടുത്ത് ആ പ്രകാശം കണ്ടല്ലോ, അവിടെ ചെന്നപ്പോൾ മൂസാ എന്തെന്ന് ഒരു ശബ്ദ, മൂസ ഫഖ്ലഅന അലൈക, നിന്റെ ചെരുപ്പ് അവിടെ അഴിച്ചു വെച്ചിട്ട് വാ മൂസ, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവാ, ഇപ്പോൾ നീളുന്നത് തുവാ താഴ്വരയിലാണ്, ഞാനാണ് അല്ലാഹ്, നിന്നെ ഞാൻ റസൂലായിട്ട് നബിയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ചരിത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആനിൽ നിന്ന് അള്ളാഹ് അറിയിച്ചു കൊടുത്തത് അവനക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ തല കുനിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തെന്ന് മാ തഖൂൽ അൻ മറിയം, മറിയമിനെ പറ്റി നിന്റെ ഖുർആനിൽ എന്താണ് പറയുന്നത്? അപ്പോഴോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെന്നാ പറഞ്ഞത്?
മറിയം ബീവി എന്താ ആയത്തിൻ്റെ തുടക്കം, കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു പുരുഷൻ കൂടെ. അപ്പോൾ ചോദിച്ചു, നീ എന്ത് എൻ്റെ കൂടെ? ഞാൻ ആ ആയത്ത് ഓർമ്മ വരാത്തതുകൊണ്ട് അതിൻ്റെ അർത്ഥം പറയണം. ഞാനൊരു മലക്കാണ്, അള്ളാഹു നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടൊരു മലക്കാണ്. നീ ഗർഭിണിയാകാൻ പോകുന്നു. വലം യംസസ്നി ബശറൻ വലം അകു ബഗിയ്യാ. ഞാനൊരു ചീത്ത സ്ത്രീയല്ല, പിന്നെ എങ്ങനെ ഞാൻ ഗർഭിണിയാകും? അതങ്ങനെ തന്നെ. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യനും പറഞ്ഞ് പോയി. ഇവിടെ ഗർഭം തുടങ്ങിയാണ്. ഇവിടെ 16-14 വയസ്സായ പെൺകുട്ടി കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ജിബ്രീൽ വന്ന് തടയി കൊടുത്ത്, നിനക്ക് കുട്ടി ജനിക്കാൻ പോകുന്നു. ഇത് കേട്ടപ്പോൾ യോജിച്ചൊന്നും കൂടെ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും കൊണ്ടിട്ട്, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂക ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുക ബഗിയ്യാ ഫഅശാറത് ഇലൈഹി ഫഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ബിൽ മഹ്ദി സബിയ്യാ ഖാല ഇന്നി അബ്ദുല്ലാഹ് വഅതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ. ആ ജനങ്ങൾ ചോദിക്കേണ്ട, മറിയം നിന്റെ വാപ്പ നല്ലവനായിരുന്നു, നിന്റെ ഉമ്മ അതിനേക്കാണ് നല്ലത്, പിന്നെ നീ എങ്ങനെ ചീത്ത പെണ്ണായി? എങ്ങനെ നീ കുട്ടിയെ വിചാരം ചെയ്തിട്ട് കുട്ടിയെ പ്രസവിച്ചത്? എന്ത് തെറ്റ്? അപ്പോൾ അവർ ഫാഷാർത്തിയിലെ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ ഫാഷാർത്തിയിൽ സിഗരറ്റ് കുട്ടിയെക്കൊണ്ട് സിഗ്നൽ കൊടുത്തു. അപ്പോഴോ ഈ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ്? ആ കുട്ടി എന്താ നീ ഞങ്ങൾ വീണ്ടും വിഡ്ഢികളൊക്കെയാണ്? ഖാല ഇന്നീ അബ്ദുല്ലാഹ്. ആ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടി പറയുന്നത് എന്തെന്നാ, ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്, അല്ലാഹുവിനെ നബിയാക്കിയിരിക്കുന്നു. എന്നിട്ട് അതിന് ശേഷം നിസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ടൊക്കെ വസിയത്തിനോട് ചെയ്തിട്ട് ഞാൻ നബിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയോട് പറഞ്ഞു കൊടുത്തപ്പോൾ ആ യഹൂദി എന്താണ് പറഞ്ഞത്? തല്ലാഹി തല്ലാഹി ഇന്നക നബിയ്യൻ വറസൂൽ ഇന്നക മിനല്ലാഹ് സൽതനക മിനല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തീർച്ചയായിട്ടും നബിക്കല്ലാതെ അങ്ങനെ പറയാൻ കഴിയില്ല. ഇത് അള്ളാഹുവിൻ്റെ വേദം, കുതുബ് സമവിയ്യ, ഇത് അള്ളാഹു ഇറക്കി തന്ന ഗ്രന്ഥം തന്നെ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കാൻ വന്ന അവനോട് ഇസ്ലാമാവുക ചെയ്തത്. ഇതുപോലെ എത്ര എണ്ണി പറയാൻ കഴിയാത്ത ചരിത്രങ്ങളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഖുർആനെ, ആ നബിദിനത്തിന് ആരോടോ ആദരിക്കുക. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നബിദിനം ഇവർ ആക്ഷേപിക്കാൻ തുടങ്ങി എത്ര വർഷമായി? എന്നിട്ട് എന്താ കൂടി വരിക എന്നല്ലാണ്ട് വല്ലതും ഉണ്ട് ഈ ഭ്രാന്തന്മാർക്ക്? എന്താണെന്നറിയോ, ഇവിടെ റസൂലിൻ്റെ പേരിൽ ബിരിയാണിയും നെയ്ച്ചോറും ഇറച്ചിയൊക്കെ വെച്ച് തിന്നുന്ന കാണുമ്പോൾ കൊതി കൊണ്ടിട്ട് പറയുന്നു ഇവർ. അതോ അങ്ങനെ ആയിപ്പോയി, വഹാബിയ മുജാഹിദ എന്തൊക്കെ പറഞ്ഞിട്ട് പറയാം, ഈ ചളിവിളി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അവരൊന്നും ഒരു കുറ്റത്തിൽ എണ്ണാൻ പറ്റില്ല, കാരണം വിവരമില്ല. ചെറിയ എന്തെങ്കിലും എവിടെന്നെങ്കിലും വായിച്ച് ചെറിയ വിവരം കിട്ടും, അതുകൊണ്ട് നടക്കും. അവർക്ക് ജുഹാൽ അങ്ങനെയുള്ള കുറേ ഉണ്ടാവും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ നമ്മൾ ചെയ്യുന്നതിന് ഒരു നമുക്ക് ഏറ്റവും കൂലിയുള്ളതാണ്. ഇന്ന ഫിൽ അഅമാലി മഖ്ബൂലൻ വമർദൂദ ഇല്ല സ്വലാത്തു അലൈക ഖുദ്സിയ ഹദീസ്. അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന നിസ്കാരമായിരുന്നാലും നോമ്പായിരുന്നാലും സക്കാത്ത് എന്ത് ഹജ്ജായിരുന്നാലും അത് സ്വീകരിക്കപ്പെടാത്തതും ഉണ്ട്, അതിന് പോരായ്മ കൊണ്ടിട്ട് സ്വീകരിക്കപ്പെടുന്നതും ഉണ്ട്. ഇല്ല സ്വലാത്തു അലൈക, നബിയെ അങ്ങയുടെ പേരിൽ സ്വലാത്തല്ല, തെറ്റോടുകൂടെ ഒരുത്തം ചൊല്ലിക്കഴിഞ്ഞാൽ തെറ്റോടുകൂടി തന്നെ അള്ളാഹു നബിയുടെ പേരിൽ അത് രേഖപ്പെടുത്തി വെച്ച്. അതാണ് നമ്മുടെ ആ മഹബത്താണ് നമ്മൾ കാണിക്കുന്നത്. ശുക്ർ ഈ മാസത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു യാത്രയാക്കിയില്ലേ, അതിന് ശുക്റിനെ എന്താണ് തെറ്റ്? നിങ്ങളതൊന്നും നോക്കണ്ട, ആരും നോക്കുന്നുമില്ല, വകവെക്കൊന്നുമില്ല. അപസ്മാര രോഗികൾ എന്തൊക്കെ കിടന്ന് പറയും, അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല. ഇതുപോലെ കുറേ പറയാനുണ്ട്, അതിനിപ്പോൾ സമയമില്ല. ക്ഷമ എങ്ങനെയാണ് ആട്ടിടനായിട്ട് വളർന്നു വന്നതല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരിക്കൽ ചന്തയിലൂടെ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ചരിത്രം, എന്നാലും നബിദിനായതുകൊണ്ട് ഞാനതൊന്ന് പറയാമെന്ന് മാത്രം.
ഒരു സ്ത്രീ കുറേ സാധനങ്ങളും കൊണ്ടിരിക്കുന്നു, കൊണ്ടുപോകാൻ സഹായിക്കാൻ ആരുമില്ല, അപ്പോൾ എന്തൊന്നുമില്ല. ഒരു ചെറുപ്പക്കാരൻ വന്നു അതിൽ അതുകൊണ്ട് ചോദിച്ചു, എന്താണ് എന്നെ എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുപോയി വെക്കണത്, ഒന്ന് സഹായിക്കണം. ആ ഞാൻ സഹായിക്കാം. അങ്ങനെ ആ ചെറുപ്പക്കാരത് എടുത്ത് തൊഴിൽ വെച്ച് പോയി വീട്ടിലെ തള്ളയുടെ വീട്ടിൽ ചെന്ന് അവിടെ വെച്ച് തിരിഞ്ഞു പോരുമ്പോൾ ചോദിച്ചു, അപ്പോൾ വഴിനേളെ ഈ തള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഒന്നും പറഞ്ഞില്ല. ആ സാധനം അവിടെ വെച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ആ സ്ത്രീ ചോദിച്ച്, അല്ല നിൻ്റെ പേരെന്താണ്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ പേരിപ്പോൾ എനിക്കറിയണ എന്തിന്, നിൻ്റെ സാധനം വീട്ടിലെത്തില്ലേ? അല്ല എന്നാലും പറ, നീ ഇപ്പോൾ വഴി നീളം ഇങ്ങനെ വഴക്ക് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് എന്തൊക്കെ അനാവശ്യം പറഞ്ഞല്ലോ, ആ മുഹമ്മദ് ഞാനാണെങ്കിലോ? അതെ, ഞാൻ മുഹമ്മദ് ഞാൻ തന്നെ. അപ്പോഴാണ് ആ സ്ത്രീ പറയുന്നത്, ഈ മുഹമ്മദിനെ പേടിച്ച് സ്ഥലം വിടാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനിവിടെ, കാരണം അവന് പുതിയ ദീനം കൊണ്ട് വന്നിട്ടുണ്ട്, ആളുകൾ അതിലേക്ക് ചേർക്കുന്നുണ്ട് എന്ന്. ഏതായിരുന്നാലും മുഹമ്മദേ, എന്നെ പോലെ ഒരു മനുഷ്യൻ ഇല്ല, ഇനി ജനിക്കാനും ഇല്ല, ജനിച്ചിട്ടില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാണ് ഇസ്ലാമിൻ്റെ ആയുധം. ആ ആയുധം കയ്യെടുത്ത പ്രവാചകൻ്റെ നബിദിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്. റഹ്മാനായ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന അമൽ നിശ്ചയിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശഫാഅത്ത് ഞങ്ങളെ പങ്കാളികളാക്കണേ. ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം. ഹബീബ് അല്ലാഹ്, നൂറും മിൻ നൂറാനിയത്തില്ലാഹ്, അന്ത ശംസുന്ന അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗഖ നൂരിൻ. പ്രകാശത്തിലും അപ്പുറം പ്രകാശം, മിൻ നൂരി റബ്ബൽ ആലമീൻ, അല്ലാഹുവിൻ്റെ പ്രകാശം. ആ പ്രകാശത്തിൽ നിന്നുള്ള ഖിയാമത്ത് നാൾ വരെ നീണ്ടുകൊണ്ടേണ്ടിരിക്കും. അതിനെ എങ്ങനെ മതം ചെയ്താലും ഇതുണ്ട്. ഖുർആനിലുണ്ടോ മറ്റേ എവിടെയെങ്കിലും പോയി തണ്ടി ചോദിക്കണം ജാഹിലിങ്ങളെ. ഖുർആനിലുമില്ല, ഹദീസിലുമില്ല, ഒന്നുമില്ല. ഇവരൊന്നും ചെയ്തില്ല. മനസ്സുണ്ടായിട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹിയുടെ മഹബത്ത് കൊണ്ട്. എന്താ ഇവർ വിവരദോഷികൾ? ഈ ജാഹിലിങ്ങളോട് സംസാരിക്കുന്ന നാണക്കേട് വഷള്. അതുകൊണ്ട് നമുക്ക് റസൂൽ ആ മഹബത്ത് നമുക്ക്, ഇവർക്കൊന്നും ശഫാഅത്തും കിട്ടൂല എന്നാണ് തോന്നുന്നത്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹ് എങ്ങനെ ഇബ്ലീസിനെ അള്ളാഹ് നേർവഴിയിലാക്കുന്ന ദുആ ചെയ്യും. ആരെങ്കിലും എന്നോടൊരിക്കൽ സിംഗപ്പൂർ വെച്ചിട്ട് അങ്ങനെ സംഭവം ഉണ്ടായി, ഞാനിപ്പോൾ പറയുന്നില്ല. അള്ളാഹ് ഇബ്ലീസിനെ ഹിദായത്തിലാക്കുന്ന ആരെങ്കിലും പറയോ? അതെന്തേ? ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ആമീൻ ആരെങ്കിലും പറയോ? അതെന്തേ? അതന്നെ അതിൻ്റെ വേറെ പതിപ്പ് തന്നെ വരും. റഹ്മാനായ അള്ളാഹ് ഞങ്ങളെന്ന് ഹിദായത്തിലാക്കണേ. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഒട്ടനേക ആളുകൾ സഹോദരന്മാർ ഇന്ത്യക്കകത്തു നിന്നും വിദേശത്തൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ, ഹലാലായ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം, സാധ്യമാക്കി കൊടുക്കണം. ഞങ്ങൾ സ്വർഗത്തിന് അവകാശികളാക്കണം. ഹബീബിൻ്റെ ശഫാഅത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. ലിമൻ നഫ്സാന ബിദ്ദുആ യാ അല്ലാഹു യാ വദൂദ് യാ ദൽ ജലാലി വൽ ഇക്റാം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.